മലയാള ന്യൂസിന് എത്തി നിൽക്കുന്നത് കാവാലം അറക്കൽ കമ്മ്യൂണിക്കേഷന്റെ ഓപ്പോസിറ്റുള്ള സമ്പൂർണ്ണ ജൈവ വള കൃഷിയിടത്തിലാണ്. നമുക്കവിടെ ഒരു പുതിയൊരു കർഷകനെ പരിചയപ്പെടാം. വളരെ വ്യത്യസ്തമായ അദ്ദേഹം പറയുവാണെങ്കിൽ അദ്ദേഹം പത്തനംതിട്ടയിലെ കുംഫുവിന്റെ ചാമ്പ്യൻഷിപ്പ് നേടിയ ഒരാളാണ്. അപ്പൊ കുംഫു മാത്രമല്ല കൃഷി നന്നായിട്ട് വഴങ്ങുമെന്ന് തെളിയിച്ച ഒരു യുവ കർഷകൻ. കാണാം, അദ്ദേഹത്തെ പരിചയപ്പെടാം. നമസ്കാരം ഗണേഷ്. സാധാരണ എവിടെ ചെന്നാലും കൃഷി നമ്മൾ ഒന്നുകിൽ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ സാധാരണ സ്ഥലങ്ങളിലാണ് കാണാറുള്ളത്. പക്ഷെ ഇവിടെ വന്നപ്പോഴും വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ പറമ്പിലൊക്കെ വലിച്ചെറിയുന്ന കുപ്പികൾ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഇവിടെ ചെല്ലുമ്പോൾ കാണുന്നത്. ഇത് എങ്ങനെയാണ് ഈ കുപ്പിയിൽ വ്യത്യസ്തമായ രീതിയിൽ കൃഷി നടത്തണം ഒരു ആലോചനയുടെ അല്ല. ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ ഉപയോഗശൂന്യമായത് കണ്ടില്ല, ഇതൊരു പ്ലാസ്റ്റിക് കുപ്പിയാണ്. ഇത് പൊതുസ്ഥലങ്ങൾക്ക് തന്നെ ഒരു ആപത്താണ്. ഒരു പുതുതലമുറയ്ക്ക് എങ്ങനെ പകർന്നു കൊടുക്കുക എന്നതാണ് ഈ വ്യത്യസ്തമായ കാഴ്ചയിലൂടെ ഒരു യുവതലമുറയ്ക്ക് നമ്മൾ പകർന്നു നൽകുന്നത്. കാരണം ഈ പ്ലാസ്റ്റിക് കുപ്പികൾ, ഞാനിപ്പം നെൽകൃഷിയൊക്കെ ചെയ്യുന്ന ഒരു കർഷകനാണ് ഓൾറെഡി. അപ്പൊ നമ്മളെ ഈ നെൽകർഷകർക്ക് ഏറ്റവും കൂടുതൽ ഭീഷണിയാകുന്ന ഈ പ്ലാസ്റ്റിക്കുകൾ തന്നെയാണ്. കാരണം നമുക്ക് പിന്നീട് വിത്ത് പിടിക്കത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഇത് നമ്മൾ തോടുകളിലും ആറുകളിലും എല്ലാം തിങ്ങി നിറയുമ്പോഴേക്കും കർഷകർ എന്ന രീതിയിൽ നമ്മൾ തൂമ്പ് തുറക്കുമ്പോൾ ഒരുപാട് ഈ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികളായിരിക്കും നമ്മുടെ കൃഷിസ്ഥലത്തോട് വ്യാപിപ്പിക്കുന്നത്. അപ്പൊ തീർത്തും അത് ഒരു കർഷകനെ സംബന്ധിച്ചോളൂ, ഒരു കർഷകൻ തന്നെയല്ല, ഈ കുട്ടനാട്ടിൽ ഏകദേശം നമ്മൾ എടുക്കുവാണെങ്കിൽ 5 ലക്ഷത്തിന് മോള് നെൽകൃഷിയുള്ള കർഷകരുണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം നമുക്ക്, അതായത് ഇതൊരു എന്താ പറയുക, നമുക്കൊരു 15 എണ്ണം ഹൈലൈറ്റ് ആയിട്ട് രീതിയിൽ. കാരണം ഇതിനൊരു പ്രത്യേകത ഞാൻ കൊടുത്തത് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു മുളയെ പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു പിടി സ്ഥലമേ ഉള്ളൂ അല്ലെ, ജസ്റ്റ് നോക്കാമല്ലോ. അപ്പം ഒരു പിടി സ്ഥലവും മതി, അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു പിടി മണ്ണും മതി. ആ ഒരു പിടി മണ്ണ് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ രീതിയിൽ സാധാരണ രീതി ഇപ്പറയെല്ലാം ചെണ്ടുമല്ലി കാണാം നമുക്കല്ലേ. നോക്കിയത് കണ്ടോ, നമ്മൾ താഴെ വെച്ചതും കയറികെട്ടിക്കകത്ത് വെച്ച അതിൽ നിന്ന് വ്യത്യസ്തമായി ആ ഫ്ലവറിന്റെ ഒക്കെ ആ ലെന്തും വലിപ്പം അതിൽ നിന്നും വലിയ വലുപ്പത്തിൽ അതും നമ്മൾ കുപ്പിക്കകത്ത് ചെയ്ത് 15 എണ്ണം നല്ല രീതിയിൽ സക്സസ്. അതും ചെയ്ത് നമ്മൾ ഇതും ചെയ്തു. പിന്നെ നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുന്ന കയറുകളാണ്. അപ്പൊ എന്തും നമ്മുടെ കുട്ടനാട്ടിൽ പിടിപ്പിക്കാം, അതൊരു മനസ്സ് വേണം. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. എല്ലാ കൃഷിയും ഈ കുപ്പിയിൽ നടത്താം. നമ്മള് ഓൾറെഡി ക്യാരറ്റ് വരെ, ഇത് നമ്മുടെ ക്യാരറ്റ് ആണ്. കണ്ടോ, കുപ്പിക്കകത്ത് നമ്മൾ നിസ്സാരമായിട്ട് ചെയ്ത് ഇത് ഇട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതും വ്യത്യസ്തതയാണ്. പിന്നെ നമ്മൾ ഇതിന്റെ പിടിപ്പിച്ചിരിക്കുന്ന മൊത്തം പയറാണ്. കണ്ടോ, അപ്പൊ ഇത് ഒരേ ഹാർവെസ്റ്റിംഗിന്റെ തീരാറായിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ അടുത്ത സാധനം മണ്ണിറക്കിയിട്ട് അടുത്ത നമ്മൾ ചെയ്യാൻ പോവാണ്. ഈ മണ്ണ് പുറത്തുനിന്ന് ഇറക്കുന്നതാണ്. ഇതെല്ലാം മണ്ണ് നമ്മൾ പുറത്തുനിന്ന് ഇറക്കണം. കാരണം ഇവിടെ കുട്ടനാട്ടിൽ എന്ന് പറയാൻ പറയില്ല, ചെളിമണ്ണാണ്. ആ ചെളിമണ്ണിൽ നമുക്ക് എന്ത് സക്സസ് ആവും. നമ്മൾ ഇച്ചിരി മേൽമണ്ണിന് ഇടുവാണെങ്കിൽ ഇച്ചിരിയും കൂടെ ഗ്രോത്ത് കിട്ടാനും മണ്ണിന്റെ pH ഒക്കെ നമുക്ക് പെട്ടെന്ന് സ്റ്റെബിലൈസ് ചെയ്യാനൊക്കെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഈ കുപ്പിയിൽ തന്നെ നമ്മൾ ഈ ട്രിപ്പിന്റെ ഇപ്പൊ നമുക്ക് ആ മഴയും കേസുകെട്ടും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഇതിനകത്ത് ട്രിപ്പ് ആയിട്ട് ഇട്ടാൽ മതി. അതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഇപ്പൊ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് കാണാൻ പറ്റുന്നത്. കാരണം അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ദിവസം വരെ നമുക്ക് വെള്ളം ഒഴിക്കണം. എന്താന്ന് പറഞ്ഞാൽ നമുക്ക് 72 മണിക്കൂർ തന്നെ അത് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ഇനിയും പുതുതായി കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഈസി ആയിട്ട് കൃഷി ചെയ്യുന്നതിന്റെ ടെക്നിക്കുകളാണ് ഇവിടെ നമ്മൾ എല്ലാം കുപ്പിയല്ല കണ്ടില്ലേ. അപ്പൊ അതെല്ലാം നമ്മൾ മാറ്റി ഇട്ടിരിക്കുകയാണ്. ഇങ്ങനെ താഴോട്ടിട്ട് ഇതിങ്ങനെ താഴോട്ടിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ മഴയുണ്ട്, അപ്പൊ നമുക്ക് വെള്ളം സ്റ്റോറേജ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ആ രീതിയിലാണ് ഈ പ്രദേശം മുഴുവനും നമ്മള്. ഇത്രയും ഈ ട്യൂബ് ഒക്കെ നമ്മൾ എങ്ങനെ കളക്ട് ചെയ്യും? ഇത് നമുക്ക് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ചതല്ല. ഇത് ഓൾറെഡി ഇതിന്റെ ഈ ഒരു കുപ്പിയുടെ അറ്റത്ത് ഈ ഡാമേജ് വരും. ആ ഡാമേജ് വരുമ്പോഴേക്കും അവര് പിന്നീട് അത് ആർക്കും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോഴേക്കും ഞാൻ അവിടുന്ന് ആർദ്ര എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്, അവിടുന്ന് കളക്ട് ചെയ്തിട്ടാണ് ഉപയോഗിച്ചത്. വേറെ എന്തെല്ലാം കൃഷികളാണ് പരീക്ഷിക്കുന്നത്? ഇത് നമ്മുടെ വെർട്ടിക്കലാണ്. വെർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 40 എണ്ണോളം നമുക്ക് ചെണ്ടുമല്ലി ഇത് കൃഷി ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രോ ബാഗ് വെക്കുന്ന സ്ഥലമേ ഉള്ളൂ. ഇത് കണ്ടില്ല, ഈ ഒരു ഗ്രോ ബാഗ് വെക്കുന്ന സ്ഥലത്തു നിന്നാണ് ഇത്ര ഏരിയ നമുക്ക് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ ചെയ്യാൻ പറ്റുന്നത്. ഇത് ടയർ നമ്മൾ ആ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ടയർ വെച്ചിട്ട് നമ്മൾ അതിൽ ഗ്രില്ല് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു പടുത അങ്ങോട്ട് ചെറിയ നെറ്റ് അങ്ങോട്ട് വെച്ചിട്ട് അതിനകത്തൂടെ പൈപ്പ് കൂടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് വെള്ളം ഒഴിക്കാൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ തന്നെയാണ് ആ പൈപ്പ് വഴി വെള്ളം ഒഴിക്കാണ്ട് ഇതിനകത്താണ് പൈപ്പ് നിൽക്കുന്നുണ്ടോ അത് അടച്ചു വെച്ചു. ഇതിൽ ഈ കീടനാശിനികളോ അങ്ങനെ എന്തെങ്കിലും ഇല്ല, നമുക്ക് കീടനാശിനികളുടെ ആവശ്യമില്ല. കാരണം ഇത് ഒരു അട്രാക്ഷൻ ആണ്. മഞ്ഞക്കെണി അത് ഈ കണ്ട ഈ ചെണ്ടുമല്ലി തന്നെ ഒരു കെണിയാണ്. അത് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ചെണ്ടുമല്ലി വളർത്തുന്ന കൃഷിയിടത്തിൽ നല്ലതാണ്. അപ്പൊ ഇതിന് വളമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും കൊടുക്കും? ഇത് മൊത്തം എല്ലാം നമുക്ക് ഓർഗാനിക് ആണ്. ജൈവ വളങ്ങളും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫിഷാമിനോ എഗ്ഗാമിനോ ജീവാമൃതം
അങ്ങനെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. സംഭവങ്ങളാണ്, മീനും ഒക്കെ ഉണ്ട് ഇതിനകത്ത് ഇത് കാണാൻ. നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ഇത് കണ്ടോ, ഇതിനകത്ത് കുപ്പിക്കകത്തോട്ട് ഇത് എന്താ സംഭവം, മത്തി, ഇതിനകത്ത് മത്തി, അതായത് മത്തിയും ശർക്കരയും. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഫിഷാമിനെയാണ് ഉണ്ടാക്കുന്നത്. ഫിഷാമിനോട് നമ്മുടെ ഇന്നത്തെ മാർക്കറ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 മില്ലിക്ക് നമുക്ക് ഇത് വില കിടപ്പുണ്ട്. ഇത് എത്ര രൂപ കൊടുക്കണമെന്ന് നോക്കി. എത്ര രൂപ? 90 രൂപ. ഇത് 100 മില്ലി 90 ഉള്ളൂ. പക്ഷെ നമുക്ക് നിസ്സാരമായിട്ട് നമുക്ക് കട ഷോപ്പിൽ നിന്ന് കിട്ടുന്ന 80 രൂപയ്ക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മള് ഇതായത് നമുക്ക് ഇതിൽ 100 മില്ലിയേ ഉള്ളൂ, അത് മനസ്സിലാക്കണം. പക്ഷെ നേരെ തിരിച്ച് ഇത് 1.5 ലിറ്ററാണ്. 1.5 ലിറ്റർ എന്ന് പറയുമ്പോഴേക്കും ഇത് 1500 മില്ലിയാണ്. ഈ 1500 മില്ലി നമുക്ക് നിസ്സാരം 160 രൂപയ്ക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ 100 മില്ലി ആണോ കടയിൽ നിന്ന് മേടിക്കുന്ന ലാഭം, അതോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണല്ലോ. 1500 മില്ലി 160 രൂപയ്ക്ക് ഉണ്ടാക്കണം. നമ്മൾ 100 മില്ലി ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ 90 രൂപയ്ക്ക്. അത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിട്ട് മാത്രമാണ് പുറത്തിങ്ങനെ ഫിഷാമിന് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഫിഷാമിന ഉണ്ട് ഇപ്പൊ ഓൾറെഡി. അതിന്റെ ഓരോരോ പ്രവർത്തനങ്ങളാണ്. കാരണം ഇതുണ്ട്, ഇതൊക്കെ നമ്മൾ ഈ ഫിഷാമിനം ഏകദേശം നമ്മൾ വന്നിരിക്കുന്ന ദിവസം എന്നാന്ന് പറഞ്ഞാൽ 30 ദിവസമാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ട് ഇത് 30 ദിവസം. ഏറ്റവും കുറഞ്ഞ നമുക്കൊരു 40 ദിവസമാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ട് വെച്ചാലേ അതിനുള്ള റിസൾട്ട് കിട്ടും. അതെന്താ ഇത് നമ്മൾ ഉണ്ടാക്കുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വരുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിനകത്ത് ഇട്ട് നമ്മൾ അതിൽ നിന്ന് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ടെക്നിക്കാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഓട്ടോമാറ്റിക് സ്ലറി ഇതിന്റെ നേരെ താഴെ വരും. കണ്ടോ, ഇത് നമുക്ക് എപ്പം വെള്ളം എങ്ങോണ്ടോ സ്ലറി ഇപ്പൊ നിറഞ്ഞിരിക്കുകയാണ്. കണ്ടോ, അപ്പൊ ഇത് നമ്മൾ എടുത്തിട്ട് ഇത് കണ്ടില്ല, ഈ കുപ്പി കാണുമ്പോൾ തന്നെ അറിയാം. ആ കുപ്പിക്കകത്ത് മുഴുവനും സ്ലറികളാണ്. ഇതാണോ, ഇതൊക്കെ നമുക്കിപ്പോ 1 ലിറ്റർ ഇത് കുപ്പിക്കകത്തുനിന്ന് വരുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ. നമുക്കിപ്പോ ഒരുപാട് ചിലപ്പം പയറൊക്കെ കിളികൊത്തിയ കാണും, ഡാമേജ് കാണും, പച്ചക്കറി കാണും, തക്കാളി കാണും, എല്ലാം കാണും. അവർക്ക് അവശിഷ്ടങ്ങൾ എന്നിട്ട് ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറൂടെ ഇനോക്കുലം ചേർത്ത് ഇട്ട് പടക്കി കൊടുത്താൽ മതി. അതല്ലാതെ നമ്മൾ വലിയ പെട്ടികളൊന്നും മേടിച്ച് വെച്ചിട്ട് 1000-10000 രൂപ കൊടുത്ത് വെച്ചിട്ട് കമ്പോസ്റ്റ് എങ്ങനെ റെഡിയാകും? അതിന്റെ ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു വീട്ടിലേക്കാ കൂടുതൽ. ഇതിന്റെ ഒരു 3 ഡ്രം ഉണ്ടെങ്കിൽ 20-ന്റെ 60 ലിറ്റർ സാധനം ഉണ്ട് നമ്മുടെ വീട്ടിൽ സിമ്പിൾ ആയിട്ട്. അതിൽ നിന്ന് വരുന്ന സ്ലറിയാണ്. ഇത് കണ്ടില്ലേ, ഈ സ്ലറി നമുക്ക് 1 ലിറ്റർ 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമ്മുടെ ചെടികൾക്കും പച്ചക്കറിക്കും ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ ഫ്ലേവറിടും, നല്ല രീതിയിൽ ഗ്രോത്ത് ആകും. നമുക്കാണെങ്കിൽ തന്നെയാണല്ലോ, അതായത് മീൻ നമ്മളെ തീറ്റ എടുത്തു നമുക്ക് തന്നെ ഒരു വീട്ടിലേക്കാണല്ലോ ആവശ്യമായ പച്ചക്കറികളായിക്കോട്ടെ, മീനായിക്കോട്ടെ, നമുക്ക് എന്ത് തന്നെയാണല്ലോ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം. നമുക്ക് ആരോട് ചോദിക്കണ്ട, കടയിൽ പോകണ്ട, ഒന്നുമില്ല. പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നാലും നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ അവരുമായിട്ടൊന്ന് എൻജോയ് ചെയ്തുകൊണ്ട് ഒരു ചൂണ്ടയൊക്കെ ഇട്ട് പിടിച്ച് ഒന്നും വേണ്ട, ഒരു സ്ഥലത്തും പോകണ്ട. പിന്നീട് നമുക്ക് കറിവേപ്പില ആയിക്കോട്ടെ, പച്ചമുളക് ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാം ഉണ്ട്. അപ്പൊ അതെല്ലാം നമ്മുടെ ടെറസിലാണ് കൃഷി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറസിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാം. നമ്മൾ ഈ ഗ്രോ ബാഗ് വെക്കുമ്പം ടെറസിന് പ്രശ്നമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. നോക്കിയിട്ട് തന്നെ ഇവിടെ ഒരു ടെറസിന് ഒരു പ്രശ്നമില്ലല്ലേ. ഈ ഓടിന്റെ ഇവിടെ വെക്കുവാണെങ്കിൽ കണ്ടില്ല, നമ്മൾ ഈ വെള്ളം വീഴുന്നത് ആ ഓട് വഴി വാർന്നു പോവുകയും ചെയ്യും. നമ്മുടെ ടെറസിനും ഒരു കംപ്ലൈന്റും കാണത്തില്ല. ചെടിക്ക് ആവശ്യമായിട്ടുള്ള ജലാംശം കിട്ടുകയും ചെയ്യും. അതായത് ഇവിടെ നിൽക്കുന്ന മുഴുവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരെണ്ണം പോലും ഡാമേജ് ആയതില്ല. കാരണം ഇതാണ് ഇതിന്റെ ടിപ്സ്. ഇതാണ് ഈ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ടാണോ ഈ ഇലകളെല്ലാം. കരിയില നമ്മൾ ഇടുന്ന കരിയിലക്കകത്ത് ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉള്ളത് പൊട്ടാഷ് എന്ന് പറയുന്നത്. പൊട്ടാഷ് ആണ് ഏറ്റവും കൂടുതൽ കരിയിലേക്ക് ആവശ്യമുള്ളത്. പിന്നെ നമ്മൾ ഈ പ്രോട്ടീൻ മിശ്രം നിറച്ചാണ് നമ്മുടെ ഗ്രോ ബാഗ് ഒരുക്കി കൃഷി ചെയ്യുന്നത്. കരിയില പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മൾ കരിയില വീടുകൾ കത്തിച്ച് കളയരുത്. നമുക്ക് നല്ല രീതിയിൽ പൊട്ടാഷ് ഏറ്റവും കാട്ടിലാരെങ്കിലും കൊണ്ട് വളവിടുവോ വിഷമടിക്കുന്നു. അപ്പൊ കരിയിലയാണ് നമ്മുടെ കൃഷിയിടത്തിന്റെ ഏറ്റവും വലിയ രാജാവ്. വളരെ മികച്ച രീതിയിലുള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇത് മികച്ച നൂതന കൃഷി കർഷകൻ അല്ലെ, കൃഷി ദർശന്റെ ആലപ്പുഴ ജില്ലയിലെ മികച്ച നൂതന കർഷകൻ. പിന്നെ ഇതെല്ലാം ഓരോരോ നമുക്ക് കിട്ടുന്ന പുരസ്കാരങ്ങളാണ്. പല പല സ്കൂളുകളിൽ നിന്നും ഒരുപാട് ഒരു അടിച്ചേൽപ്പിക്കലല്ല ഇവിടെ വരുമ്പോൾ നമുക്ക് കാണുന്നതും നമ്മൾ മനസ്സിലാക്കുന്നതും. കാരണം ജീവന്റെ ഒരു ഭാഗമാണ് കൃഷി. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇത് ഉടനീളം ഉണ്ടാകണം എന്നുള്ളൊരു മെസ്സേജും, മോശമായി കിടക്കുന്ന സാധനങ്ങളെ നമ്മൾ നന്നായിട്ട് റീയൂസ് ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകാപരമായി കാണിക്കുന്ന ഒരു ജൈവ വള കൃഷിയിടത്തിലാണ് നമ്മൾ വന്നത്. ഒരുപാട് സന്തോഷം. 91 ന്യൂസ് മലയാളം ചാനലിന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, എല്ലാവരും ഇവിടെ വരിക, കാണുക, ഈ കൃഷി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വാങ്ങുക, അത് നമ്മൾ ഉപയോഗിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കലേഷ് എന്ന് പറഞ്ഞ ഒരാൾ ഒരു കർഷകൻ മാത്രമല്ല, നല്ല മെസ്സേജ് കൊടുക്കുന്ന, അത് നമ്മൾ ഇവിടെ വന്ന് കാണുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാകുന്നത്. ഒരുപാട് സന്തോഷം. ഇനി എല്ലാവിധ ആശംസകളും. ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും.
ക്യാമറമാൻ രമേശ് ദിവലിക്കൊപ്പം ബിന്ദു ഭാരതി, 9 മലയാളം ന്യൂസ്.